ഹായ്. തിയററ്റിക്കൽ ബേസ് അക്കൗണ്ടൻസിക്ക് ഉണ്ടാവണം. ഈ തിയറി പഠിച്ചെങ്കിൽ മാത്രമേ പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ ക്ലാസ് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കിൽ നിങ്ങൾക്കുള്ള നോളജ് ചെക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. ദ സെയിം മെത്തേഡ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. 20 ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. 5 മാർക്സ് വെച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 ക്വസ്റ്റ്യൻസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 20 ക്വസ്റ്റ്യൻസ് 55 മാർക്സ് നമ്മൾ 40 മിനിറ്റ്സ് കൊണ്ട് പഠിച്ചു തീർക്കും. 40 മിനിറ്റ്സ് കൊണ്ട് 55 മാർക്സ്. അപ്പോൾ 1 മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല, പക്ഷേ നമ്മളത് പഠിക്കും. ഈ മെത്തേഡ് ഫാസ്റ്റ് ട്രാക്ക് സീരീസിലുള്ള 2ാമത്തെ ക്ലാസ്സാണ് അക്കൗണ്ടൻസിയിൽ. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാമെന്ന് നോക്കുക, അല്ലെങ്കിൽ അത് വായിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്കത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അക്കൗണ്ടൻസിയുടെ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് ചാപ്റ്റർ ഫോർ ക്ലാസ് 11 സ്റ്റുഡൻസ്. +1 സ്റ്റുഡൻസിനുള്ളതാണ് ഇത്. +1 സ്റ്റുഡൻസിനുള്ള സെക്കൻഡ് ചാപ്റ്ററിലുള്ള തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടിങ് ബേസിനെ കുറിച്ച് നമ്മൾ പറയും, അക്രൂവൽസ് ബേസിനെ കുറിച്ച് പറയും, ക്യാഷ് ബേസിനെ കുറിച്ച് പറയും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയും, IFRSനെ കുറിച്ച്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് വരെയും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളിത് 40 മിനിറ്റോ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരു +1 സ്റ്റുഡൻറ്റിന് അറിയേണ്ട തിയററ്റിക്കൽ ഫ്രെയിം വർക്കിൻ്റെ മേജർ പോർഷനും ഈ 20 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കും. Let us start. Theory base of accounting. Important question. A. Very short answer questions, 1 mark questions. 1 മാർക്ക് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. First question, what are the different bases of accounting? അക്കൗണ്ടിങ്ങിലുള്ള ഡിഫറെന്റ് bases ഏതൊക്കെയാണ്? So this is the question. Different bases of accounting are cash basis, accrual basis. So there are 2 bases. The first one is cash basis, the other one is accrual basis. Cash basisum accrual basisum ആണ് 2 തരത്തിലുള്ള അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. How is the total amount of capital calculated? എങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട്, ക്യാപിറ്റലിന്റെ ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസറ്റ്സിൽ നിന്നും ലയബിലിറ്റീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. സോ ദിസ് ഈസ് ദ ഫോർമുല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് GST? GST എന്ന് പറയുന്നത് എന്താണ്? GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. എന്താണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? GST ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് പോയിന്റിലാണ് നമ്മുടെ ടാക്സ് വരുന്നത്. ടാക്സ് പോയിന്റ് എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ്. ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ഫൈനലായിട്ട് എവിടെയാണോ കൺസ്യൂമറുടെ അടുത്ത് കൺസംഷൻ നടക്കുന്നത്, ആ ഗുഡ്സ് യൂസ് ചെയ്യുന്നയാളുടെ അടുത്ത്, ആ പോയിന്റിൽ ടാക്സ് വരുന്നതാണ് GST എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള പോയിന്റ്സിലെല്ലാം, അതിനു മുൻപ് ഉള്ള പോയിന്റ്സിലെല്ലാം ടാക്സ് ഇല്ലെന്ന് ചോദിച്ചാൽ ടാക്സ് ഉണ്ട്. പക്ഷെ അതെന്താണ് ചെയ്യുന്നത്? അത് കളക്ട് ചെയ്യുകയും അത് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ലാസ്റ്റ് പോയിന്റിൽ അത് കളക്ട് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. കൺസ്യൂമർക്ക് വേറൊരാളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് കിട്ടുന്നില്ല. ഇറ്റ്സ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ഓൺ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് കൺസ്യൂം ചെയ്താലോ അല്ലെങ്കിൽ സർവീസസ്, ഗുഡ്സ് ആണെങ്കിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ളതാണ്. സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സർവീസ് പ്രൊവൈഡർ, ഡോക്ടർ സർവീസ് കൊടുക്കുന്നു,
അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് സർവീസസ് കൊടുക്കുന്നു. ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നയാൾക്ക് അവർക്കുള്ള ടാക്സ്, ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നയാൾക്ക് അവർക്കുള്ള ടാക്സ്. അപ്പൊ അതിന്റെ ഫൈനൽ കൺസ്യൂമർ ആണ് അതിന്റെ എൻറ്റയർ ടാക്സ് ബർഡനും വരുന്നത്. ദാറ്റ് ഇസ് GST. ഡിഫൈൻ അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, മെഷറിംഗ്, കളക്ടിംഗ്, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, അനലൈസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്. ഫിനാൻഷ്യൽ ഇൻഫർമേഷനിലാണ് ഈ അക്കൗണ്ടന്റിന്റെ പണി മുഴുവനും. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ അയാൾക്ക് റോളൊന്നുമില്ല. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ഡേറ്റ വന്നു കഴിയുമ്പോൾ അയാളൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ ആദ്യമേ നോക്കുന്നത് അതൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരെണ്ണമാണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ സ്വാധീനിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ആദ്യമേ അത് ഐഡന്റിഫൈ ചെയ്യും. അത് ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എങ്ങനെയാണ്, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഐറ്റമാണെന്നുള്ളതാണ്. ദെൻ അത് മെഷർ ചെയ്യണം. മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ മോണിറ്ററി ടേംസിൽ അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ദെൻ അത് കളക്ട് ചെയ്യണം, അതിനുള്ള ഡേറ്റ കളക്ട് ചെയ്യണം. ദെൻ റെക്കോർഡ് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്യണം. ദെൻ അതിനെ ഡിഫറെന്റ് അക്കൗണ്ട്സിൽ ക്ലാസിഫൈ ചെയ്യണം. ദെൻ യു ഹാവ് ടു അനലൈസ് ഇറ്റ്. ഇനി അതിനെ അനലൈസ് ചെയ്യണം. അതിനെ അനലൈസ് ചെയ്ത് നമ്മളതിനെ യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അനലൈസ് ചെയ്തതിന് ശേഷം ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. സോ എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്? പ്രോസസ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ, ഐഡന്റിഫൈയിങ് ഇറ്റ്, ദെൻ മെഷറിംഗ് ഇറ്റ്, ദെൻ കളക്ടിങ് ഇറ്റ്, ദെൻ റെക്കോർഡിംഗ് ഇറ്റ്, ദെൻ classifying it, then analyzing it, and then communicating it. അപ്പം 7 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ കാര്യം ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം കഴിഞ്ഞിട്ടാണ് നാലാമത്തെ കാര്യം ചെയ്യുന്നത്. നാലാമത്തേത് കഴിഞ്ഞിട്ടാണ് അഞ്ചാമത്തേത്. അഞ്ചാമത്തേത് കഴിഞ്ഞിട്ടാണ് ആറാമത്തേത്. ആറാമത്തേത് കഴിഞ്ഞിട്ടാണ് ഏഴാമത്തേത്. സോ ഇങ്ങനെയാണ് നടത്തുന്നത്. അതായത് ഒന്നാമത്തേത് കഴിഞ്ഞിട്ട് ഏഴാമത്തേത് അങ്ങനെയല്ല ചെയ്യുന്നത്. ഒന്നാമത്തേത് കഴിഞ്ഞിട്ട് അതിനകത്ത് 2, 3, 4, 5, 6 കഴിഞ്ഞതിന് ശേഷമാണ് ഏഴാമത്തേത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡന്റിഫിക്കേഷൻ, ദെൻ മെഷർമെന്റ്, ദെൻ കളക്ഷൻ, ദെൻ റെക്കോർഡിംഗ്, ദെൻ ക്ലാസിഫിക്കേഷൻ, ദെൻ അനലൈസിസ്, ദെൻ കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ചെയ്യുന്നത്. ആർക്കാണ് ഇതെല്ലാം? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇതെല്ലാം യൂസേഴ്സിന് വേണ്ടിയിട്ട്, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. What are the basic accounting equations? Basic accounting equation, assets is equal to liabilities plus capital. ഇതാണ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. This is an equation, assets is equal to liabilities plus capital. ലയബിലിറ്റീസിനോടുകൂടി ക്യാപിറ്റൽ ആഡ് ചെയ്ത് കഴിയുമ്പം അസറ്റ്സ് കിട്ടും. It means that all the monetary value of all assets of a firm is equal to the total claims. So this ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇതെന്താണ്? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ അസറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ അസറ്റ്സ് ഓഫ് എ ഫേം. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ പോർഷൻ എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ക്ലെയിംസ്. ടോട്ടൽ ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ ഫേം. അപ്പൊ ഈ ഫേം ഇങ്ങനെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഫേം. ഒന്ന് മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ അസറ്റ്സ് ഓഫ് ദ ഫേം. സോ ഇതെല്ലാം ഫേമിന്റെ അസറ്റ്സ് ആണ്. ഇതെല്ലാം ഫേമിന്റെ അസറ്റ്സ്. ഡിഫറെന്റ് അസറ്റ്സ് ഉണ്ട് ഫേമിന്. ഇതെല്ലാം ഫേമിന്റെ സ്വന്തമാണ്. ദെൻ ഈ ഫേമിൽ ക്ലെയിം ഉണ്ട് രണ്ട് കൂട്ടർക്ക്. ഒരു ക്ലെയിം ഉള്ളയാളാണ് ഓണർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലെയിം ഓണർ അല്ലാതെയുള്ള ക്ലെയിം ഉള്ള ആൾക്കാരെ നമ്മൾ അവരെ ഔട്ട്സൈഡേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടി ക്ലെയിം ചേർന്ന് കഴിയുമ്പം ഈ ഫേമിനുള്ള ടോട്ടൽ ക്ലെയിം ആയി. ഫേമിന്റെ അവകാശം ഇവർക്ക് രണ്ടുപേർക്കുമാണ്. ഇവരുടെ അവകാശവും ഇയാളുടെ അവകാശവും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ടോട്ടൽ അവകാശം കിട്ടും. ഇത് ഫേമിന് ആകെയുള്ളതാണ്. ദിസ് ഈസ് ദ ടോട്ടൽ വാല്യൂ
ഓഫ് ദ ഫേം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഈക്വൽ, ഇത് രണ്ടും കൂടി കൂടുന്നതിന് തുല്യമായിരിക്കണ്ടേ? യെസ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വാട്ട് ഡു യു മീൻ ബൈ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്? എന്താണ് ഈ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ദി അക്രൂവൽ ബേസ് ഓഫ് the accounting method under which revenue and costs are recognized in the period in which they occur rather than they are paid. So ഇതൊരു അക്കൗണ്ടിങ് മെത്തേഡാണ്. ഈ അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് മെത്തേഡാണ്. ഈ അക്കൗണ്ടിങ് മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? റവന്യൂ ആൻഡ് കോസ്റ്റ്. ഈ റവന്യൂവും കോസ്റ്റും, റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻകർ ചെയ്യുന്നത്, ഇത് രണ്ടും എപ്പോഴാണ് റിക്കഗ്നൈസ് ചെയ്യുന്നത്? റിക്കഗ്നൈസ് ചെയ്യുന്ന ടൈമിങ്ങിലാണ് ഈ അക്രൂവൽ ബേസിന്റെ അതിന്റെ പോയിന്റ് ഇരിക്കുന്നത്. എപ്പോഴാണ് റിക്കഗ്നൈസ് ചെയ്യുന്നത്? എപ്പോഴാണ് റിക്കഗ്നൈസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റിലത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എപ്പോഴാണ് എൻട്രി ഇടുന്നത്? എപ്പോഴാണ്? ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ ഒക്കർ. ഏത് പീരീഡിലാണല്ലോ അത് ഒക്കർ ചെയ്യുന്നത്, റാദർ ദാൻ ദേ ആർ പെയ്ഡ്. പേ ചെയ്യുന്നതല്ല നമ്മൾ നോക്കുന്നത്, പേ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കുന്നത്, അത് ഒക്കർ ചെയ്തോ എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. സെയിൽസ് എന്ന് പറയുന്ന ഒരു റവന്യൂ ഐറ്റമാണ്. സെയിൽസ് എന്ന് പറയുന്ന റവന്യൂ ഐറ്റമാണ്. ഇപ്പൊ ഗുഡ്സ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നു, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ പൈസ വാങ്ങുന്നു. ഇതാണ് ഫേം ചെയ്യുന്ന ബിസിനസ്. റവന്യൂ എന്ന് പറയുന്നത് ആ ഗുഡ്സ് കൊടുത്തിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ പൈസ, അതാണ് റവന്യൂ എന്ന് പറയുന്നത്. സെയിൽസ് നടത്തി കിട്ടുന്ന പൈസ. ഇനി സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് സൈഡ്, സെയിൽസ്. എക്സാമ്പിൾ, ഇത് ഒക്കർ ചെയ്തു, പക്ഷെ ഇത് പേ ചെയ്തത് വേറൊരു സമയത്താണ്. സെയിൽസ് ഫേമിന്റെ അടുത്ത് നിന്ന്, ബിസിനസ് ഓർഗനൈസേഷന്റെ അടുത്ത് നിന്ന് ഗുഡ്സ് അതിന്റെ കസ്റ്റമർക്ക് കൊടുത്തു. കസ്റ്റമർ ഇനി എന്ത് വേണം? അതിനുള്ള ക്യാഷ് കൊടുക്കണം ഫേമിന്. ഫേം കൊടുത്തിരിക്കുന്നത് ഗുഡ്സ് ആണ്, കസ്റ്റമറിന് കൊടുക്കേണ്ടത് അതിന്റെ ക്യാഷ് ആണ്, അതായത് അതിന്റെ മണി കൊടുക്കണം. ഗുഡ്സ് കസ്റ്റമർക്ക് കൊടുത്തു, കസ്റ്റമർ വാങ്ങുകയും ചെയ്തു, പൈസ കൊടുത്തിട്ടില്ല, പൈസ പിന്നെയാണ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെയിൽസ് റെക്കോർഡ് ചെയ്യേണ്ടത് പൈസ തരുന്ന സമയത്താണോ അതെയോ ഗുഡ്സ് കൊടുക്കുന്ന സമയത്താണോ? അതാണ് അതിനകത്തുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ദേ ഒക്കർ. ഇവിടെ ഗുഡ്സ് കൊടുത്തപ്പോൾ തന്നെ ആ ട്രാൻസാക്ഷൻ, സെയിൽസ് എന്ന് പറയുന്ന ആ ആക്ടിവിറ്റി ഒക്കർ ചെയ്തു, പക്ഷെ അതിന്റെ പേയ്മെന്റ് നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിലും ഈ ട്രാൻസാക്ഷനെ റെക്കഗ്നൈസ് ചെയ്യണം. എപ്പോഴ്? അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് മെത്തേഡിൽ. ഓക്കെ. ഇനി എന്താണ് ക്യാഷ് ബേസിസ്? ക്യാഷ് ബേസിസിലാണെങ്കിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് മണി കൊടുക്കുമ്പോഴായിരിക്കും. എക്സ്പ്ലെയിൻ മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് മണി മെഷർമെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് only those transactions and happenings in an organization which can be expressed in terms of money are recorded. So ഇവിടെ ഒരു ബാലൻസും കൂടി ഉണ്ട്, are recorded. Okay, are recorded. The concept of money measurement, money measurement concept എന്ന് പറയുന്നത്, money measurement concept എന്ന് പറയുന്നത് എന്താണത്? Only, the word is only. ഇത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ, ഇത് മാത്രമേ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഹാപ്പനിങ്സ്. ഹാപ്പനിങ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവന്റ്സ് ആണ്. ഹാപ്പനിങ്സ് മീൻസ് ഇവന്റ്സ്. ഒരു ഓർഗനൈസേഷൻ നടന്ന ട്രാൻസാക്ഷൻസോ ഹാപ്പണിങ്സോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്താണ്? അത് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഇതാണ്,
whether that a transaction can be expressed in terms of money. അങ്ങനെയാണെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യും, അങ്ങനെ അല്ലെങ്കിലോ റെക്കോർഡ് ചെയ്യത്തില്ല. ഒരു ഹാപ്പണിങ്, ഒരു ഇവന്റ് നടന്നു, ഒരു ഇവന്റ് നടന്നു. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ക്വസ്റ്റ്യൻ whether that event can be expressed in terms of money. If the answer is yes, then it is to be recorded. If the answer is no, then it is not to be recorded. ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള ക്രൈറ്റീരിയ. ഇതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറയുന്നത്. വാട്ട് ആർ ദ 5 അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ്? 5 അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? 1 is going concern concept, matching concept, materiality concept, business entity concept, and consistency concept. So these are the concepts. അപ്പോൾ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു അസംഷനാണ്, നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ബെനിഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? Accounting standards helps in eliminating variations in accounting treatment to prepare financial statements. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെയൊക്കെയാണ് വിളിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഡിഫറെന്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കത് എലിമിനേറ്റ് ചെയ്യണം. ഡിഫറെന്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് വരരുത്, സെയിം അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് വരണം. ആ വേരിയേഷൻസ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേരിയേഷൻസ് ഇല്ലാതെയാകും, കുറയും. ഇതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഒരു പ്രയോജനം, ഒരു ബെനിഫിറ്റ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫെസിലിറ്റേറ്റ് കമ്പയറബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇന്റർ ആൻഡ് ഇൻട്രാ കമ്പനീസ്. എന്താണ് ഈ ഇന്റർ കമ്പനിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്? അത് 1 ഇയറിലെ സ്റ്റേറ്റ്മെന്റും അനദർ ഇയറിലെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇൻട്രാ കമ്പനീസിലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആണ് 1 ഇയറിലേതും. ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഇൻട്രാ കമ്പനീസിലാണെങ്കിൽ വിതിൻ ദ കമ്പനീസ്, അപ്പോൾ അത് 1 ഇയറിലേതും സെക്കൻഡ് ഇയറിലേതും കൂടി വേറൊരു ഇയറിലേയും കൂടി കമ്പയർ ചെയ്യുക. ഇന്റർ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലും this is company 1 and this is company 2. അപ്പോൾ ഈ കമ്പനി 1ന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കമ്പനി 2ന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൂടി കമ്പയർ ചെയ്യണമെങ്കിൽ, ഇന്റർ കമ്പനി 2 കമ്പനികളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യണമെങ്കിൽ ഇവർ രണ്ടുപേരും ഉപയോഗിച്ചിരിക്കുന്ന അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് സെയിം ആയിരിക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഈ വേരിയേഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. അതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് കൊണ്ടുള്ള ഒരു പ്രയോജനം. Which authority will levy and administer GST? GST ലെവി ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് അത് ഏത് അതോറിറ്റിയാണെന്നുള്ളതാണ്. സെൻട്രൽ വിൽ ലെവി ആൻഡ് അഡ്മിനിസ്റ്റർ CGST and IGST, while respective states will levy and administer SGST. So there are 3 taxes. One is CGST, then IGST, then SGST. സെൻട്രൽ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ CGSTയുടെയും IGSTയുടെയും ലെവിയും അഡ്മിനിസ്ട്രേഷനും നടത്തുന്നത്. ഇനി SGST എന്ന് പറയുന്നതിന്റെ ലെവിയും അഡ്മിനിസ്ട്രേഷനും ആർക്കാണ്? അത് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനാണ്. നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 3 മാർക്സിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ 3 മാർക്സ് നമുക്ക് മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം. Define the concept of dual aspect. എന്താണ് ഈ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്? എവറി ട്രാൻസാക്ഷൻ കണ്ടെയ്ൻസ് 2 ആസ്പെക്ട്സ്. എവറി ട്രാൻസാക്ഷൻ, നമ്മൾ ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. വൺ ഡെബിറ്റ്, വൺ ആസ്പെക്ട് ഈസ് ഡെബിറ്റ് ആൻഡ് അനദർ ക്രെഡിറ്റ്. സോ ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട്സ് ഉണ്ട്, 2 ആസ്പെക്ട്സ് ഉണ്ട്. അത് എല്ലാ ട്രാൻസാക്ഷൻസിനും ഉണ്ട്. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും രണ്ടാമത്തേത് ക്രെഡിറ്റ് ആസ്പെക്റ്റും. വിച്ച് ഹാവ് ഈക്വൽ എമൗണ്ട് ഈക്വൽ ആയിരിക്കും. അതായത് ഡെബിറ്റ് വരുന്ന ആസ്പെക്റ്റിന്റെ എമൗണ്ട്, ക്രെഡിറ്റ് വരുന്നതിന്റെ എമൗണ്ട് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഫോർ എവറി ഡെബിറ്റ് എമൗണ്ട് ദർ ഇസ് എ ക്രെഡിറ്റ് ഓഫ് സെയിം ആൻഡ് ഈക്വൽ എമൗണ്ട് ഇൻ 1 or more accounts and vice versa.
ഇപ്പം നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നു. ഫോർ എക്സാമ്പിൾ ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ നടന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒരു ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്ന് വിളിക്കും, അടുത്തതിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കും. വൺ ഈസ് ഡെബിറ്റ് ആൻഡ് അതർ വൺ ഈസ് ക്രെഡിറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഡെബിറ്റ് വരുന്നതിന്റെ എമൗണ്ടും ക്രെഡിറ്റ് വരുന്നതിന്റെ എമൗണ്ടും ഈക്വൽ ആയിരിക്കും. നൗ ഇത് വരുന്നത് ഒരു അക്കൗണ്ടിലും ഇത് വരുന്നത് ഒരു അക്കൗണ്ടിലും. ഇനി ഇത് വരുന്ന ഒരു അക്കൗണ്ടിലും ഇത് വരുന്നത് രണ്ട് അക്കൗണ്ടിലും ആകാമോ? അങ്ങനെയാകാം. ഇത് വരുന്ന ഒരു അക്കൗണ്ടിൽ ഇതൊക്കെ വരുന്നത് 3 അക്കൗണ്ടിലും ആകോ? അങ്ങനെയും വരാം. പക്ഷെ ഒരു അക്കൗണ്ടിലെങ്കിലും ഇത് വന്നിട്ടുണ്ടായിരിക്കും, മിനിമം ഒരു അക്കൗണ്ടിലെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ 3 അക്കൗണ്ടിന്റെയും സം എന്ന് പറയുന്നത്, ആ എമൗണ്ടിന്റെ സം എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്നതിന്റെ സം ആയിരിക്കും. ഇത് തിരിച്ചും വരാം. ഇതിങ്ങനെ വരണമെന്നില്ല, അതായത് നേരെ തിരിച്ചും വരാം. അതായത് ഇത് വരുന്നില്ല, 2ഉം 3ഉം ഇവിടെ വരുന്നില്ല. ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നതാണ് 2 അക്കൗണ്ട് വരുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നതാണ് 3 അക്കൗണ്ട്, ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടേ ഉള്ളൂ. അങ്ങനെയും വരാം. ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 2 ആസ്പെക്ട്സ് ഉണ്ട്, ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പോൾ എന്താണ് വരുന്നത്? ഇത് ഡിഫറെന്റ് അക്കൗണ്ട്സിനെ ബാധിക്കും. ചിലപ്പോൾ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, 2 അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, 3 അക്കൗണ്ട്സിനെ ക്രെഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, 4 അക്കൗണ്ട്സിനെ, എങ്ങനെ വേണമെങ്കിലും വരാം. ചിലപ്പോൾ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ 2 അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ 3 അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ 2 അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, 2 അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ വരാം. സോ ഇതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൽ പറയുന്നത്. എന്തായിരിക്കണം? എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 aspects, one debit and another credit. They are the equal amount. So every debit amount there is a corresponding credit amount. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും? 1 or more accounts are affected and vice versa. തിരിച്ചും വരാം. According to dual aspect, both the aspects of debit and credit are recorded in the books of accounts. So dual aspect concept അനുസരിച്ച് ഈ 2 ആസ്പെക്ട്സും ഇവിടെ വരുന്ന ഇതും റെക്കോർഡ് ചെയ്യണം, ഇതും റെക്കോർഡ് ചെയ്യണം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ദിസ് ഈസ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. വാട്ട് ഈസ് മെന്റ് ബൈ IGST? IGST മീൻസ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് IGST ആണ്. Then IGST comes under the Integrated Goods and Services Tax Act 2016. IGST is charged when goods or services are sold from one state to another state. So it is from one state to another state. For example, നമ്മുടെ സ്റ്റേറ്റ് കേരളയാണ്, നമ്മുടെ സ്റ്റേറ്റ്. Then കേരളത്തിൽ തന്നെയുള്ള 2 സ്ഥലങ്ങളാണ്. ഒന്ന് കോട്ടയമുണ്ട്, ഒന്ന് എറണാകുളമുണ്ട്. ഇവിടെ ഇത് കോട്ടയം, ഇത് എറണാകുളം. കോട്ടയത്തിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നു. ഗുഡ്സ് സോൾഡ് ചെയ്തു, സെല്ലിംഗ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് കൊടുത്തു. IGST വരുമോ? IGST വരത്തില്ല. കാരണം എന്താണ്? IGST വരുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സോ സർവീസസോ കൊടുക്കുമ്പോഴാണ്. അപ്പൊ കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ചെന്നൈയിലേക്കാണ് സെയിൽസ് നടന്നിരിക്കുന്നത്. അപ്പൊ കോട്ടയത്ത് നിന്ന് ചെന്നൈയിലേക്കാണ് സെയിൽസ് നടന്നിരിക്കുന്നത് എങ്കിൽ ദിസ് ഇസ് ചെന്നൈയിലേക്കാണ് സെയിൽസ് നടന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ IGST വരും. കാരണം എന്താണ്? ഇത് ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കാണ് സെയിൽസ് നടന്നിരിക്കുന്നതെങ്കിൽ ദിസ് ഈസ് കർണാടക. കർണാടകയിലുള്ളൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞ്, ഓക്കെ, ബാംഗ്ലൂർ. കേരളത്തിൽ നിന്നും ബാംഗ്ലൂർക്കാണ് സെയിൽസ് നടന്നത്, കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂർക്കാണ് സെയിൽസ് നടന്നതെങ്കിലോ, ബാംഗ്ലൂരിലേക്കാണ് പോയിരിക്കുന്നെങ്കിലോ അപ്പോൾ IGST വരും. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയാലോ IGST വരും. ചെന്നൈയിൽ നിന്ന് മധുരയിലോട്ട് പോയാലോ IGST വരത്തില്ല. ഇങ്ങനെയാണ് വരുന്നത്. സോ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് IGST വരുന്നത്.
Other categories which come under goods and service tax are CGST, SGST and CGST and SGST. Together we define the concept of one tax, one nation. നമ്മൾ ഈ കൺസെപ്റ്റിനെ വൺ ടാക്സ് വൺ നേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് പറയുന്നത്. What are the components of GST? There are three components of GST: CGST, Central Goods and Service Tax, collected by the central government on an intra-state sale. ഒരു intra-state sale ആണെങ്കിലും CGST വരും. SGST, State Goods and Service Tax, collected by the state government on an intra-state sale. ഒരു intra-state sale അകത്ത് SGST വരും. IGST, Integrated Goods and Service Tax, collected by the central government. So രണ്ട് സ്റ്റേറ്റ് വരുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വേണം ഫോർ ഇന്റർസ്റ്റേറ്റ് സെയിൽ. ഇന്റർസ്റ്റേറ്റ് സെയിൽ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ CGST ഉണ്ടോ ഇല്ല, SGST ഉണ്ടോ ഇല്ല, IGST ആണ് ഉള്ളത്. Explain three limitations of accounting standards. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? There are three limitations. The three limitations of accounting standards are as follows. Accounting standards makes choice between different alternate accounting treatments difficult to apply. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനകത്ത് ഒരു ചോയ്സ് നടത്തണം. അപ്പോൾ ആ ചോയ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഓൾട്ടർനേറ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സിന് എന്തുകൊണ്ടായിരിക്കും ഓൾട്ടർനേറ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ഉള്ളത്? ഓൾട്ടർനേറ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്സ് ഉള്ളത് നമ്മൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വന്നിട്ട് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരെണ്ണം മാത്രം എടുക്കണം, മറ്റേത് വേണ്ടെന്ന് വെക്കണം. അപ്പോൾ ഇതിനുള്ള ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, മറ്റേതിനുള്ള ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെയും വരും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്ലൈ ദ ചോയ്സ്. ദാറ്റ് ഈസ് വൺ ലിമിറ്റേഷൻ. It is rigidly followed and fails to extend flexibility in applying accounting standards. So, accounting standards എന്ന് പറയുന്നത് ഒരു റിജിഡ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അതിലൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. സോ ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കനോട്ട് ഓവർറൈഡ് ദ സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടിനുള്ളിൽ നിൽക്കണം. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ലോ. അപ്പൊ ലോയെ ബീറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ലോയ്ക്ക് ഉള്ളിൽ നിൽക്കണം. അപ്പൊ ലോയെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. അതിന് പുറത്തു പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ പുറത്തു പോയാൽ വാലിഡിറ്റി ഇല്ല. ദ സ്റ്റാൻഡേർഡ്സ് ആർ റിക്വയർഡ് ടു ബി ഫ്രെയിംഡ് വിത്തിൻ ദ ആംബിറ്റ് ഓഫ് പ്രിവൈലിംഗ് statutes. So it is not status, it is statutes. So statutesiനുള്ളിൽ നിന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫ്രെയിംവർക്ക് നടത്താനായിട്ട്. So these are the three limitations. What is GAAP? Generally accepted accounting principles. GAAP എന്ന് പറയുന്നത് generally accepted accounting principles ആണ്. They are the basic accounting principles and guidelines which provide the framework for more detailed and comprehensive accounting rules, standards, and other industry-specific accounting practices. So, generally accepted accounting principles എന്ന് പറയുന്നത് they are the basic, ഏറ്റവും ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഗൈഡ് ആണ്. സോ എങ്ങനെയാണ് അക്കൗണ്ടിംഗ് ചെയ്യേണ്ടത് എന്നുള്ള റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന പ്രാക്ടീസസ്, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ദ ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് വിച്ച് പ്രൊവൈഡ് ദ ഫ്രെയിംവർക്ക്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് for more detailed and comprehensive accounting rules. അപ്പോൾ അതൊരു ഫ്രെയിംവർക്ക് തരും. ആ ഫ്രെയിംവർക്കിനകത്ത് നിന്നിട്ടായിരിക്കും നമ്മൾ ഡിഫറെൻറ്റ് റൂൾസ് ഉണ്ടാക്കുന്നു, ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നു. ഓരോ ഇൻഡസ്ട്രിക്കും അതിന് പറ്റിയ പ്രാക്ടീസ് ഉണ്ടാക്കുന്നു. ഈ പ്രാക്ടീസസ് ഒന്നും ഈ ഫ്രെയിംവർക്കിന് പുറത്തു പോയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഫ്രെയിംവർക്കിനുള്ളിൽ നിൽക്കണം. ഈ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്
അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഗൈഡ് ലൈൻസും ആണ്. ആ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയും ബേസിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് GAP, GAAP. നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 5 മാർക്സ് എങ്ങനെ മേടിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ട്രൈ ചെയ്യേണ്ടത്. ഗിവ് all types of taxes which are subsumed under the central and state level GST. So ഈ GST വന്നു കഴിഞ്ഞപ്പോൾ സബ്സ്യൂം ചെയ്തു പോയ ടാക്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ഇതൊരു എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാനിത് പറയാം. ഇറ്റ് ഈസ് സർവീസ് ടാക്സസ്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്. ഇതാണ് സെൻട്രൽ ലെവലിൽ. അതായത് ഇതൊക്കെ GST വരുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് മേടിച്ചുകൊണ്ടിരുന്ന ടാക്സസ് ആണ്. ഇനി സ്റ്റേറ്റ് ലെവലിൽ പർച്ചേസ് ടാക്സ്, ഒക്ട്രോയ് ആൻഡ് എൻട്രി ടാക്സ്, ലക്ഷറി ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, സെയിൽസ് ടാക്സ്. സോ വാറ്റും സെയിൽസ് ടാക്സും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാമാണ് സബ്സ്യൂം ചെയ്തു പോയത്. അപ്പൊ ഈ ടാക്സസ് ഒന്നും ഇനി ഇല്ല. ഈ ടാക്സസ് ഒന്നും ഇനി സെൻട്രൽ മേടിക്കുന്നില്ല, സ്റ്റേറ്റ് മേടിക്കുന്നില്ല. അതിന് പകരം എന്താണ് മേടിക്കുന്നത്? അതിന് പകരമാണ് GST മേടിക്കുന്നത്. സോ GST എന്ന് പറയുന്നത് ഇതിനെ മാറ്റിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ടാക്സ് ആണ്. എക്സ്പ്ലെയിൻ IFRS. എന്താണ് IFRS എന്ന് പറയുന്നത്? IFRSന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ദാറ്റ് ഇസ് IFRS, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRS assists in bringing global standardization by the use of single accounting standards. So ഒരു ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ, ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലുള്ള സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ചാണ്. ഒരു ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനായിട്ടാണ് IFRS കൊണ്ടുവന്നിരിക്കുന്നത്. By the use of single accounting standards. IFRS has been created by International Accounting Standards Board. അപ്പോൾ അത് ഒരു രാജ്യത്തെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡിന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ഇത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് അല്ല, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. അതാണ് ഈ IFRS കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്ലോബലായിട്ട് ഡിഫറെന്റ് കൺട്രീസിലുള്ള അക്കൗണ്ടിംഗ് പ്രാക്ടീസസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒരുപോലെയാകും. അതിനു വേണ്ടിയിട്ടാണ് ഈ IFRS കൊണ്ടുവരുന്നത്. യൂസ് ഓഫ് IFRS is useful in a number of ways. IFRS makes it quite simple to do comparative analysis of the financial statements of different companies in different countries. The investors are able to make intelligent decisions based on IFRS. അപ്പോൾ ഒരു കമ്പനി അമേരിക്കയിലാണ്, ഒരു കമ്പനി UK-യിലാണെങ്കിൽ ഇത് UK ചെയ്യുന്ന ഒരു പ്രാക്ടീസും അമേരിക്കയിൽ ചെയ്യുന്ന വേറൊരു പ്രാക്ടീസും ആണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്ത മെത്തേഡ് രണ്ടായതുകൊണ്ട്. അപ്പോൾ ഒരാൾക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇന്റലിജന്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ബൈ ടേക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് IFRS, ഓഡിറ്റേഴ്സ് ആൻഡ് അക്കൗണ്ടൻസ് ആർ ഏബിൾ ടു പ്രൊവൈഡ് ബെറ്റർ സർവീസസ് ടു ദെയർ ക്ലയൻസ്. അപ്പം ഡിഫറെന്റ് കമ്പനീസിന്, ഡിഫറെന്റ് രാജ്യങ്ങളിലുള്ള കമ്പനീസിനെ ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബെറ്റർ സർവീസസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും. IFRS ആണ് ഉള്ളതെങ്കിൽ. ദ മാനേജ്മെന്റ് ഓഫ് എ കമ്പനി ക്യാൻ എക്സിക്യൂട്ട് ഇറ്റ്സ് ബിസിനസ് പ്ലാൻസ് ഓൺ എ ഗ്ലോബൽ ലെവൽ. ഒരു ഗ്ലോബൽ ലെവലിൽ കൊണ്ടുവരണമെങ്കിൽ IFRS യൂസ് ചെയ്തുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്റ്റേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിംഗ്. അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്ങും ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? നമുക്ക് അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്ങും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസ് കൺസിഡേർഡ് കറക്ട്ലി ആസ് ഇറ്റ് കംപ്ലീറ്റ്സ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്? റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അക്രൂവൽ ബേസ് ആകത്തത് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് കംപ്ലീറ്റ് ആയിരിക്കും. ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ക്യാഷ് ബേസ്ഡ് ആണെങ്കിൽ കറക്റ്റ് പ്രോഫിറ്റ് ആയിരിക്കത്തില്ല കിട്ടുന്നത്. കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് നോട്ട് കൺസിഡർഡ് ബിക്കോസ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് കറക്റ്റ് ആയിരിക്കുമോ? ആയിരിക്കത്തില്ല.
അതാണ് ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലുള്ള കുഴപ്പം. ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ഇറ്റ് ഈസ് ട്രാൻസാക്ഷൻസ്, TR കൂടി ഉണ്ട്, ട്രാൻസാക്ഷൻസ്. ബോത്ത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. അക്രൂവൽ ബേസിനകത്ത് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. ക്യാഷ് ബേസിലാണെങ്കിലോ ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യത്തില്ല. The Companies Act is considered for accrual base of accounting. Companies Act കമ്പനീസിന് വേണ്ടിയിട്ടുള്ളതാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനി ആണെങ്കിൽ അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The Companies Act is not considered for cash base of accounting. അപ്പോൾ ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ അവൈലബിൾ കമ്പനി അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. കമ്പനി ആണെങ്കിൽ അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് ചെയ്തേ പറ്റുകയുള്ളൂ. കമ്പനി അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ക്യാഷ് ബേസും ചെയ്യാം, അക്രൂവൽ ബേസും ചെയ്യാം. പക്ഷേ ക്യാഷ് ബേസിസ് ചെയ്ത് കഴിയുമ്പം ഈ പറയുന്ന ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ദിസ് മെത്തേഡ് മേക്സ് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. സോ അക്രൂവൽ ബേസിസിനകത്ത് ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ നടത്തിയിട്ടുണ്ട്. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്, സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, റവന്യൂ റെസീപ്റ്റ്സ്, ഈ ഡിഫറൻസിയേഷൻ എല്ലാം നടത്തിയിരിക്കുന്നത് അക്രൂവൽ ബേസിസിലാണ്. ദിസ് മെത്തേഡ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ ഐറ്റംസ്. ഇവിടെ ക്യാപിറ്റൽ ഐറ്റം ആണോ റവന്യൂ ഐറ്റം ആണോ ഇതൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒന്നും വ്യത്യാസം അറിയേണ്ട കാര്യമില്ല. ഇവിടെ ആകെ അറിയേണ്ടത് ക്യാഷ് വന്നോ ക്യാഷ് പോയോ എന്നുള്ളത് മാത്രമാണ്. സോ ഇവിടെ അത് ഈ ഡിഫറൻസിയേഷൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റം എന്നുള്ള ഡിഫറൻസിയേഷൻ നടത്തുന്നില്ല, ഡസ് നോട്ട്. അതുകൊണ്ട് ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഈ ക്യാപിറ്റലും റവന്യൂ ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ അല്ലയോ എന്ന് നോക്കുക. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് റെക്കോർഡ് ചെയ്തു, ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. Why is it necessary for accountants to assume that business entity will remain a going concern? So, going concern assumption എന്നാണ് പറയുന്നത്. Going concern assumption എന്തുകൊണ്ടാണ് അത് നെസസറി ആകുന്നത്? സോ അക്കൗണ്ടൻസിന് ഗോയിങ് കൺസേൺ ആണെന്നുള്ള അസ്യൂം ചെയ്തേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ്? The accountants consider that the business entity is a going concern as it provides the basis for showing the value of assets in the balance sheet. So going concern ആയതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിന്റെ വാല്യൂ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഗോയിങ് കൺസേൺ അല്ലെങ്കിൽ ആ വാല്യൂ അല്ല. This assumption will allow the business to charge only that part of the asset which has been consumed or used to earn the revenue from the revenues earned during the period. The rest of the asset will be carried forward for the next years over the estimated life of the asset. അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒന്ന് ബാലൻസ് ഷീറ്റുമാണ്. സോ ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ ക്യാപിറ്റൽ കാണിക്കും, ലയബിലിറ്റീസ് കാണിക്കും, അസറ്റ്സ് കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ ഈ സൈഡ് കാണിക്കും, ഈ സൈഡ് നമ്മൾ എക്സ്പെൻസസ് കാണിക്കും. അപ്പോൾ ഈ എക്സ്പെൻസസ് വന്നിരിക്കുന്നത് ആ പീരീഡിലേക്കുള്ള എക്സ്പെൻസസ് ആണ്. റവന്യൂ എന്ന് പറയുന്ന ആ പീരീഡിൽ ഏൺ ചെയ്തിരിക്കുന്ന റവന്യൂ ആണ്. അപ്പോൾ ആ പോർഷൻ ഈ അസറ്റ്സിനകത്തുനിന്ന് ഈ റവന്യൂ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. അതാണ് നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുന്നത്. ഇനി ബാക്കിയുള്ള അസറ്റ്, ഈ പീരീഡിലേക്ക് അല്ലാതെയുള്ള ബാക്കിയുള്ള അസറ്റ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത വർഷവും ഈ കമ്പനി കാണും, 2 വർഷം കഴിഞ്ഞാലും ഈ കമ്പനി കാണും, 3 വർഷം കഴിഞ്ഞാലും കാണും, 30 വർഷം കഴിഞ്ഞാലും കാണും, 300 വർഷം കഴിഞ്ഞാലും കാണും. ആ ഒരു അസംഷനിലാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത്. ഈ അസറ്റ് നമുക്ക് അടുത്ത 10 വർഷത്തേക്ക് യൂസ് ചെയ്യാം എന്ന് പറയുമ്പോൾ 10 വർഷത്തേക്ക് ഫേം കാണുമെന്നുള്ള അസംഷൻ ഉണ്ട്. ഫേം 10 വർഷത്തേക്കില്ല, അടുത്ത വർഷം ക്ലോസ് ചെയ്യുമെങ്കിൽ ഇതിന്റെ വാല്യൂ നമുക്ക് 10 വർഷത്തേക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റത്തില്ല. സോ ബേസിസ് എന്ന് പറയുന്നത് കമ്പനി ഇനിയുള്ള ഫ്യൂച്ചറിൽ കാണും എന്നുള്ളതാണ്. ആ ബേസിസിലാണ് നമ്മൾ അസറ്റ്സിന്റെ വാല്യുവേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അസംഷൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന വാല്യുവേഷൻ നടത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ഫോർ അക്കൗണ്ടൻസ് ടു അസ്യൂം ദാറ്റ് ബിസിനസ് എൻറ്റിറ്റി വിൽ റിമെയിൻ ഗോയിങ് കൺസേൺ. ഇത് വൈൻഡ് അപ്പ് ചെയ്ത് പോവില്ല എന്ന് അസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും.
വെൻ ഷുഡ് റവന്യൂ ബി റെക്കഗ്നൈസ്ഡ്? റവന്യൂ എപ്പോഴാണ്? വെൻ, ടൈമാണ് ചോദിച്ചിരിക്കുന്നത്, വെൻ. അപ്പോൾ നമ്മൾ ഈ വർഷമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അടുത്ത വർഷമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, നാളെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. വെൻ, ടൈം. ആർ ദർ എക്സെപ്ഷൻസ് ടു ദി ജനറൽ റൂൾ? എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. The right time to recognize the revenue is the time when it is realized. Realized എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മണി കിട്ടി എന്നല്ല അതിൻ്റെ അർത്ഥം. When the legal right receive the revenue arises. മണി കിട്ടിയിട്ടില്ല, ഞാൻ നടത്തിയിരിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ്, എനിക്കതിൻ്റെ പൈസ തന്നിട്ടില്ല, പക്ഷേ എനിക്കത് റിസീവ് ചെയ്യാനായിട്ടുള്ള ലീഗൽ റൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ലീഗൽ റൈറ്റ് വന്നു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാം. അതാണ് ഈ റവന്യൂ റെക്കഗ്നീഷനുള്ള ക്രൈറ്റീരിയ. ദാറ്റ് ഈസ് എ ടൈം. ദ മൊമെന്റ് ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓർ സർവീസസ് ആർ റെൻഡഡ് റെക്കോർഡ് ചെയ്യാം. Thus the credit sales will be considered as revenue even though the money is collected at a later point of time. Exceptions ഉണ്ട്. The exceptions to the revenue recognition principles are when goods are sold on hire purchase. ഹയർ പർച്ചേസിലാണ് ഗുഡ്സ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ the amount collected in installments is treated as realized. അപ്പോൾ നമ്മൾ എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ്സിൽ നമ്മൾ എമൗണ്ട് കളക്ട് ചെയ്യുമ്പോൾ മാത്രമേ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് ജനറൽ റൂൾ അല്ല, ഇതൊരു എക്സെപ്ഷൻ ആണ്. ഇൻ ദ കേസ് ഓഫ് കോൺട്രാക്ട്സ് ലൈക്ക് കൺസ്ട്രക്ഷൻ വർക്ക്, അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന കോൺട്രാക്ട്, കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സിലാണെങ്കിലോ ആസ് ഇറ്റ് ഒക്കർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം, in this case the revenue is considered to be realized periodically in proportionate to the amount of contract work completed. So contract work complete ചെയ്തതിന്റെ proportionate ആയിട്ട് വേണം റവന്യൂ എടുക്കാനായിട്ട്. For example, the contract is for 10 crores and year 1 അതിന്റെ 40% കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ 40% കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചില കോസ്റ്റും വന്നു, എക്സ്പെൻസസും വന്നു. ആ എക്സ്പെൻസസ് നമ്മളത് വെച്ചു, ഈ വർഷത്തെ വന്നിരിക്കുന്ന എക്സ്പെൻസ് ആണ്. ഇനി അതിന്റെ റവന്യൂ എങ്ങനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യും? റവന്യൂ എനിക്ക് 10 crore കാണിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 40% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യണം? റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ 4 crores ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. റവന്യൂ എക്സ്പെൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. ഇത് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്, പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ്. സോ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ തീർന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്സിനെ കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്ന ഒരു ലെക്ചറാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. നമുക്കിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടായി അക്കൗണ്ടൻസി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നമ്മളത് ആ നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഈ റെക്കോർഡിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. അത് നമ്മളുടെ അടുത്ത ക്ലാസ്സുകളിൽ വരും. അടുത്ത ക്ലാസ്സുകളും വാച്ച് ചെയ്യുക. അക്കൗണ്ടൻസി നന്നായിട്ട് പഠിച്ച് നല്ല അക്കൗണ്ടൻസ് ആയിട്ട് നിങ്ങൾ പുറത്തു വരണം. +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷം +1ലേക്ക് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾ, ക്ലാസ് 11ലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഒരു ഫുൾ ഇയർ കോഴ്സ്, ഫുൾ അക്കാഡമിക് ഇയർ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്യൂഷൻ ക്ലാസ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സസ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ഇങ്ങനെയായിരിക്കും എടുക്കുന്നത്. അതിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ലൈവ് ക്ലാസ്സസ് അവർക്ക് കിട്ടും. അതുപോലെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം നമ്മൾ ഓൺലൈൻ ക്ലാസ് റൂമിൽ വെച്ച് നടത്തും. ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വെബ്സൈറ്റിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യുക. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം അക്കൗണ്ടൻസിയുടെ ഫൗണ്ടേഷൻ ഒന്നുകൂടി നന്നായിട്ട് ഉറപ്പിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഇതിലെ ലെക്ചർ നോട്ട്സ് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ആപ്പ്, CA ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എവിടെയാണ്, ഇതിൻ്റെ ആൻസേഴ്സ് എവിടെയാണ് കിടക്കുന്നത് എന്നോർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. യു ജസ്റ്റ് ഡൗൺലോഡ് ദി ആപ്പ്. എവറിത്തിങ് ഈസ് ദെയർ ഇൻ ദ ആപ്പ്. കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി എടുക്കാൻ പോകുന്ന ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആ ആപ്പിൽ നിന്ന് കിട്ടും. സോ യു ക്യാൻ decide whether you have to attend the next classes or not. Download the app, it is free. You get the content and you can see the content and you can study in a better manner.